ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡിൻസി, സ്ഥലം തൃപ്പൂണിത്തുറ. ഞാൻ ഒക്ടോബർ മാസത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. ആ ധ്യാനത്തിൽ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു, ഈ ഗ്രൂപ്പിൽ ശക്തമായ ദൈവവിളി ഉണ്ടായിരുന്നിട്ടും ദൈവവിളി സ്വീകരിക്കാത്ത ഒരു മകളുണ്ട്. ദൈവവിളി സ്വീകരിക്കാത്തത് കൊണ്ട് ആ മകൾക്ക് ഓവർ ടെൻഷനുണ്ട്. പിറ്റേ ദിവസം ആരാധനയിൽ ബ്രദറും ഈ സെയിം മെസ്സേജ് തന്നെ പറഞ്ഞു. ദൈവവിളി ഉണ്ടായിരുന്നിട്ട് ആ വിളി ഉപേക്ഷിച്ച ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ആ വ്യക്തി അത് ഏറ്റുപറഞ്ഞ് സംസാരിക്കുകയും റാഫേൽ അച്ഛനെ കാണാനും പറഞ്ഞു. മഠത്തിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ പല സാഹചര്യങ്ങൾ എന്നെ അവിടെ എത്തിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓവർ ടെൻഷനും അമിതമായ ഭയവുമായിരുന്നു. നെഞ്ചത്ത് ഭാരം എടുത്തു വെച്ച ഒരവസ്ഥയായിരുന്നു എനിക്ക്. വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ അവർ തിരിച്ചെത്തുന്നവരെ സമാധാനമുണ്ടായിരുന്നില്ല. എൻ്റെ ഹാർട്ട് ബീറ്റ് ചെവിയിൽ കേൾക്കുന്ന അവസ്ഥയായിരുന്നു. തുടർന്ന് റാഫേൽ അച്ഛനെ കണ്ടു. അച്ഛൻ എന്നോട് തുറന്നു കുമ്പസാരിക്കാനും പ്രേക്ഷിത വേല ചെയ്യാനും പറഞ്ഞു. ഞാൻ തുറന്നു കുമ്പസാരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഓവർ ടെൻഷനും പേടിയും വിട്ടുമാറി സമാധാനം അനുഭവപ്പെടാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും സാറ്റർഡേ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വണ്ടിയിൽ ആളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എത്ര നാളായി അത് മാറിയിട്ട്? ഒക്ടോബറിൽ ഉണ്ടായതാണ് അല്ലേ? ഒക്ടോബറിലുണ്ടായത്. ഇതുവരെ പിന്നെ ഓവർ ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഇല്ല. നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ. അത് ദൈവവിളി സ്വീകരിച്ച മക്കളുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ടാവും, നിങ്ങളുടെ വീടുകളിലുണ്ടാവും. അതായത് ദൈവവിളി സ്വീകരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈദികരാകാനും സിസ്റ്റർ ആവാനും ഈശോയ്ക്ക് വേണ്ടി ഫുൾ ടൈമറായി ജീവിക്കാനും ഈശോയാൽ വിളിക്കപ്പെട്ടവരുണ്ട്. അത് ഈശോ 12 ശിഷ്യന്മാരെ വിളിച്ചില്ലേ, ആ വിളി അതോടുകൂടി അവസാനിപ്പിച്ചു. അങ്ങനെയല്ല, ആ വിളി കർത്താവ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഇങ്ങനെ ഫുൾ ടൈമറായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുടെയൊക്കെ ദൈവവിളി എന്ന് പറയുന്നത്. അതിനെയാണ് വിളിക്കുന്ന പേരാണ് ദൈവവിളി. ദൈവം വിളിക്കുന്നതാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല. അപ്പോൾ ഈ സഹോദരി ദൈവം വിളിച്ചു. അതെങ്ങനെയാണ് മനസ്സിലാവുക? ദൈവം നേരിട്ട് വിളിച്ചത് ചിലപ്പോൾ സ്വരത്തിലൂടെ ഒന്നും കേൾക്കാൻ പറ്റില്ല. എങ്ങനെയാണത് മനസ്സിലാവുക? എങ്ങനെ മനസ്സിലാവുക എന്ന് പറഞ്ഞ് ഒരു ആഗ്രഹം വരും. എന്ത്? സിസ്റ്റർ ആയാലോ ഈശോയ്ക്ക് വേണ്ടി ഫുൾ ടൈമിലായി ജീവിച്ചാൽ, എനിക്ക് കല്യാണം കഴിക്കേണ്ട, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ എനിക്ക് അച്ഛനായ സാധാരണക്കാർക്ക് അങ്ങനെ വരില്ല. മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വന്നതാണ്. ഇവിടെ ഇരിക്കുന്ന 99% പേർക്ക് വിവാഹം കഴിക്കാനാണ് താല്പര്യം. പക്ഷേ ഒരാൾക്ക് മാത്രം ഒന്ന് അതിന് വിപരീതമായി ഒഴുക്കിനെതിരെ നീന്താന്ന് പറയില്ലേ, ഒരു ചിന്ത വരാൻ, എനിക്ക് വിവാഹത്തിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല, എനിക്ക് അച്ഛനായാലോ, കാരണം എനിക്ക് വിവാഹത്തിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും അച്ഛനായാലോ, ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ എവിടെ കൊണ്ടോ ഇങ്ങനെ കയറി വരാണ്. എപ്പോഴും ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക്. ചിലപ്പോൾ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇടയ്ക്കൊക്കെ തോന്നൽ വരും ഭയങ്കരമായിട്ട്. അച്ഛനായാലോ സിസ്റ്റർ ആയാലോ അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാലോ ഇതിനെ വിളിക്കുക. ഇതാണ് ദൈവം തരുന്ന പ്രേരണ. സാധാരണക്കാർക്ക് ആ പ്രേരണ ഉണ്ടാവില്ല. അതല്പം ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് ഈ സഹോദരിക്ക് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അച്ഛൻ ഇവിടുന്ന് താമസമുള്ള ധ്യാനത്തിൽ ഒക്ടോബറിൽ വിളിച്ച് പറയാണ്, ഇങ്ങനെ ദൈവവിളി ഇട്ടിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് പോയി. ഇപ്പോൾ കല്യാണം കഴിച്ച് വലിയ ഓവർ ടെൻഷനും ഇങ്ങനെ ഡിപ്രഷനൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ദൈവം പോയി കുമ്പസാരിക്കാൻ പറ്റും. ബ്രദർ അത് തന്നെ വിളിച്ചു ആ അച്ഛനെ ഒന്ന് കാണാൻ പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, ഒരു പാപം ചെയ്താൽ കുമ്പസാരിക്കണ്ടേ? മനസ്സിലായോ? ഇത് പാപമാണ്. ദൈവം സൃഷ്ടാവാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ച് ആൾ കല്യാണം കഴിക്കാൻ പോയി. യോന പ്രവാചകനും നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അയാൾ നേരെ ഓപ്പോസിറ്റ് താർശീശിലേക്ക് കപ്പൽ കയറി. എന്തുണ്ടായേ? കപ്പൽ തന്നെ മുങ്ങിപ്പോയില്ലേ? മനസ്സിലായി? ഇത് തന്നെയാണ് അവസ്ഥ. വേണ്ടോ? യൂദാസിനെ ദൈവം വിളിച്ചു. യൂദാസ് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ആൾ പോയി. എന്നുണ്ടായി? കെട്ടി തൂങ്ങി ചത്തു. പത്രോസിനെ ദൈവം വിളിച്ചതാണ്. പത്രോസ് അതൊക്കെ വേണമെന്ന് വെച്ച് മീൻ പിടിക്കാൻ പോയി. അന്ന് രാത്രി ഒന്നും കിട്ടിയില്ല. വേണ്ട? ഇതായിരുന്നു ഈ സഹോദരിയുടെ അവസ്ഥ. ഓവർ ടെൻഷൻ, ഡിപ്രഷൻ, ആകെ അസ്വസ്ഥത. അങ്ങനെ പോയി കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞോടുകൂടി ആ രോഗം കർത്താവ് എടുത്തു മാറ്റി. കണ്ടോ? ഇപ്പോൾ ആ ഓവർ ടെൻഷനും ഇല്ല, ആ ഡിപ്രഷനും ഇല്ല. നല്ലൊരു കയ്യടി കൊടുത്തേ. കണ്ടോ? ദൈവവിളി ഉണ്ടായിട്ട് ആ ദൈവവിളി വേണ്ടെന്ന് വെച്ച് പോയവർ അത് കുമ്പസാരത്തിൽ പറയണം. എനിക്ക് നല്ല അച്ഛനാവാൻ സിസ്റ്റർ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം പല കാരണത്താലൊക്കെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ എനിക്കായി. ഇപ്പം ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ വലിയ സംഘർഷത്തിലൂടെ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. ഈശോയെ എന്നോട് മാപ്പാക്കണേ, നീ വിളിച്ചിട്ട് വരാതിരുന്നേന്ന് നമ്മൾ തുറന്നു കുമ്പസാരിക്കുക. എന്നുണ്ടാവും ഇതുപോലെയുള്ള. അപ്പോൾ കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെട്ടു. അതാണ് ജെറമിയ പ്രവാചകൻ പറയുകയാണ്, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് വരെ കർത്താവിൻ്റെ കോപം ശമിക്കില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.